ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം എന്താ ഒരു അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു തുണി വിരിച്ചിട്ട് കോട്ടൻ്റെ ഒരു തുണി വിരിച്ചിട്ട് അതിലൊന്ന് പരത്തിയിട്ടാലും മതി. ഒരു 10-15 മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിക്കോളും. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോളും. അങ്ങനെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതാ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം എന്താ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വലിയ ജാറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജാറിലാണെങ്കിലും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു ചെറിയൊരു തരിയോട് കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതാ ഇതുപോലെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇവിടെ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാവുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ള തേങ്ങ അതിനനുസരിച്ചിട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ തേങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഒരു കുറ്റി നിറയുന്നത് വരെ ചെയ്ത് കൊടുക്കാം. ഇനി എന്താ പുട്ടുകുറ്റിയിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്